നമസ്കാരം, ഋഷിപ്രജ്ഞം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1201 വൃശ്ചിക മാസം ആരംഭിക്കുകയാണ്. വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് സംക്രമ ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ നക്ഷത്ര ഫലത്തെ പ്രത്യേകം അവതരിപ്പിക്കുന്നുണ്ട്. സംക്രമ ഫലം തന്നെ ധാരാളം പറയാനുണ്ട്. സംക്രമ ഫലത്തിലാണ് പൊതുവായിട്ട് ഞാൻ ഓരോ മാസത്തിലെയും ഗ്രഹസ്ഥിതികളുടെ കാര്യവും അതിനനുസരിച്ചുള്ള വിശകലനങ്ങളും ചെയ്യുന്നത്. രാജ്യത്തുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ സംക്രമ ഫലത്തിലുള്ള വീഡിയോയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ വ്യാഴത്തിന്റെ സ്തംഭനാവസ്ഥയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് പ്രകാരം രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ പോലെയുള്ള കാര്യങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ വിഷയങ്ങൾ ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ വരുന്ന വൃശ്ചിക മാസത്തിലും ശനിയുടെ സ്തംഭനാവസ്ഥ ഉണ്ട്. അതും സമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമാകും. ശനിയുടെ സ്തംഭനാവസ്ഥയെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം കൊല്ലവർഷം 1201 വൃശ്ചിക മാസത്തിലെ സമ്പൂർണമായിട്ടുള്ള സംക്രമ ഫലമാണ്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. 1201 തുലാമാസം 30-ാം തീയതി, അതായത് നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ച പകൽ 1:37 സൂര്യൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. കന്നിക്കൂറിൽ അത്തം നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിൽ രുചികയോഗം, മഹാലക്ഷ്മി യോഗം, പാശയോഗം തുടങ്ങിയ യോഗങ്ങളോടുകൂടിയാണ് ആദിത്യൻ വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഈ വൃശ്ചിക സംക്രമ ഫലം അത്തം നക്ഷത്രക്കാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ നക്ഷത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സമയത്ത് അത് സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ ഒഴിവാക്കണമെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ദൂരദേശ യാത്രയ്ക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകാം, മനക്ലേശത്തിനും സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ സ്ഥാനപ്രാപ്തി, സുഖാനുഭവങ്ങൾ എന്നീ ഗുണഫലങ്ങളും അത്തം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ദോഷപരിഹാരത്തെ പിന്നീട് ഏറ്റവും അവസാനം പറയുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ നിർബന്ധമായിട്ടും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അശ്വതി, ഭരണി, മകയിരം, തിരുവാതിര, പുണർദം, ആയില്യം, മകം, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരാടം, ഉത്രാടം, ചതയം, പൂരുരുട്ടാതി, ഉത്രിട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് വൃശ്ചിക രവി സംക്രമം അത്ര അനുകൂലമല്ല. അശ്വതി, ആയില്യം, പൂരാടം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാന ഭാരം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഗുണപരമായിട്ട് വന്നേക്കാം. അത് അവരുടെ ജാതകപ്രകാരമുള്ള സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഭരണി, മകം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ബന്ധനം എന്ന ദോഷാനുഭവമാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. മകയിരം, വിശാഖം, ചതയം എന്നീ നക്ഷത്രക്കാർക്ക് അർത്ഥനാശത്തിനാണ് സാഹചര്യങ്ങളുള്ളത്. അതായത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക, ശ്രദ്ധിക്കുക എന്നർത്ഥം. തിരുവാതിര, അനിഴം, പൂരിട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ചെറിയ അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിലും കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുക. പുണർദം, തൃക്കേട്ട, ഉത്രിട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് രോഗപീഠകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. രോഗത്തിന്റെ സൂചന കണ്ടാൽ തന്നെ മടിക്കാതെ വൈദ്യസഹായം തേടുക. കാർത്തിക, രോഹിണി, പൂയം, ഉത്രം, പൂരം, ചിത്തിര, ചോതി, മൂലം, തിരുവോണം, ഔട്ടം, രേവതി എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വൃശ്ചിക രവി സംക്രമ ഫലം വളരെയേറെ അനുകൂലപ്രദമാണ്. ഈ നക്ഷത്രക്കാർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കാർത്തിക, പൂരം, ചിത്തിര, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. രോഹിണി, ഉത്രം, ഔട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. പൂയം, മൂലം, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ലാഭ അനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. പല വിധത്തിലും നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചിക രവി സംക്രമത്തിൽ ദോഷഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവർ നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മൃത്യുഞ്ജയ മന്ത്രാർച്ചന
കൂവളമാല സമർപ്പണം, ജലധാര എന്നീ വഴിപാടുകളെ ചെയ്യാവുന്നതാണ്. കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും വിശേഷ ഫലത്തെ നൽകും. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലിയും നിറമാല സമർപ്പണവും ചെയ്യുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചാമൃതം വഴിപാടായി സമർപ്പിക്കുക. ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരമുള്ളവർ ഈ വൃശ്ചിക മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെയും ദോഷങ്ങൾ ബാധിച്ചേക്കാം. കാരണം ശനി സ്തംഭനാവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. ആ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിഘ്നമുണ്ടാകാം, കാര്യ തടസ്സങ്ങളും നേരിടാം. എല്ലാ കാര്യത്തിലും ക്ലേശവും കാലതാമസവും ഉണ്ടാകാം. സാമ്പത്തികമായി ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠന കാര്യത്തിൽ അലസത ഉണ്ടാകും. അനാരോഗ്യത്തിനും മാതാവിന് ക്ലേശാനുഭവങ്ങൾക്കും സാഹചര്യമുണ്ട്. ഇത് പ്രധാനമായി സംഭവിക്കുക ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരമുള്ളവർക്കാണ്. നേരെ തിരിച്ച് ശനിദശയിൽ ചന്ദ്രാപഹാരമുള്ളവർക്കും സമാനമായിട്ടുള്ള ഫലങ്ങളെ ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതക പ്രകാരം ഏത് ദശാകാലമാണെന്ന് പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ വഴിപാടുകൾ പരിഹാരമായി ചെയ്യുക. ഇനി നമുക്ക് വൃശ്ചിക മാസത്തിലെ ദോഷദിനങ്ങളും മറ്റ് കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം. വൃശ്ചിക മാസം 1, 9, 29 എന്നീ തീയതികളിൽ അശുഭയോഗമുണ്ട്. വൃശ്ചികം 3-ാം തീയതി പകൽ 3:44 മുതൽ വൃശ്ചികം 4-ാം തീയതി പകൽ 12:17 വരെ അമാവാസിയാണ്. വൃശ്ചികം 9, 12, 13, 15, 23, 26, 27, 29 എന്നീ തീയതികളിലൊക്കെ ദഗ്ധയോഗം എന്ന ദോഷയോഗമുണ്ട്. വൃശ്ചികം 10, 22 എന്നീ ദിവസങ്ങളിൽ ലാടം, വൈതൃകം എന്നീ ദോഷങ്ങളുണ്ട്. വൃശ്ചികം 19-ാം തീയതി മൃത്യുയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളൊക്കെ ശുഭകാര്യങ്ങൾക്കായിട്ട് ഏവരും ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോഴും യാത്രകൾക്കും ഒക്കെ ഈ ദിവസങ്ങൾ ഒഴിവാക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട്, ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം ഈ ദിവസങ്ങളെ തിരഞ്ഞെടുക്കുക. വൃശ്ചികം 16-ാം തീയതി വൃശ്ചിക മാസത്തിലെ മൃത്യു നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രമാണ്. ഈ ദിവസവും ശുഭകാര്യങ്ങൾക്ക് നന്നല്ല. അശ്വതി നക്ഷത്രക്കാർ ഈ ദിവസം പ്രത്യേകമായി വഴിപാടുകൾ ചെയ്യുക. ദൂരദേശ യാത്രയും കഠിനമായിട്ടുള്ള ജോലികളും റിസ്ക് എടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. വിശേഷിച്ച് വൃശ്ചിക മാസത്തിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും അശ്വതി നക്ഷത്രക്കാർ ഈ ദിവസം വിശേഷിച്ച് ശ്രദ്ധിക്കുക. ദൂരദേശ യാത്ര, അപകട സാധ്യതയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ എല്ലാ കാര്യങ്ങളിലും സമചിത്തതയോടുകൂടി പ്രവർത്തിക്കുക. ക്രയവിക്രയ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വീഴ്ചകൾ ഉണ്ടാകാതെ വളരെയേറെ കരുതലെടുക്കുക. കൂടാതെ ദൈവിക ചിന്തയോടുകൂടി കഴിയുക. ദോഷപരിഹാരമായി നേരത്തെ പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്യുക. ഇപ്പോഴുള്ള ഗ്രഹമൗഢ്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ചൊവ്വയ്ക്ക് ഗ്രഹമൗഢ്യം സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം തന്നെ തുലാം മാസം 19-ാം തീയതി ചൊവ്വ മൗഢ്യം ആരംഭിച്ചിരിക്കുകയാണ്. അത് മീനം 18-ാം തീയതി വരെയാണ് ചൊവ്വയ്ക്ക് മൗഢ്യം ഉണ്ടാകുക. ചൊവ്വയുടെ മൗഢ്യ സമയങ്ങളിൽ അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ ചൊവ്വയുടെ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ, വിശാഖത്തിന്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ ചൊവ്വയുടെ വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ എന്നിവർ, കൂടാതെ മേടം, വൃശ്ചികം എന്നീ രാശി ലഗ്നങ്ങളിൽ ജനിച്ചവർ, ചൊവ്വയുടെ ദശ അപഹാര കാലങ്ങളിൽ നിലവിലുള്ളവർ, ഇവരെല്ലാം നിർബന്ധമായും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഗുണപ്രദമാണ്. ബുധനും തുലാം 29-ാം തീയതി വക്രം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വക്രമൗഢ്യം വൃശ്ചിക മാസം 10-ാം തീയതി വരെ തുടരുന്നതാണ്. വൃശ്ചികം 4-ാം തീയതി വക്രമൗഢ്യാവസ്ഥ വർദ്ധിക്കുന്നതാണ്. ഈ ബുധന്റെ വക്രമൗഢ്യ കാലയളവിൽ മിഥുനക്കുറിൽ വരുന്ന മകേര നക്ഷത്രക്കാർ തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം, ഉത്രം, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ കന്നിക്കൂറുകാർ, ഇവരെല്ലാവരും തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതോടൊപ്പം തന്നെ മിഥുനം, കന്നി എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളെ ചെയ്യുക. ത്രിമധുരം, തൃക്കൈവെണ്ണ, തുളസിമാല സമർപ്പണം എന്നിവയൊക്കെ ഫലപ്രദമാണ്. വൃശ്ചികമാസം 24-ാം തീയതി ശുക്രന് മൗഢ്യം ആരംഭിക്കുകയാണ്. മകരമാസം 23-ാം തീയതി വരെയാണ് ശുക്രന്റെ മൗഢ്യം നിലനിൽക്കുക. ഈ ശുക്രന്റെ മൗഢ്യ കാലയളവിൽ ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരും, തുലാക്കൂറിൽ വരുന്ന ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരും, ഇടവം, തുലാം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവരും,
ശുക്രദശ, ശുക്ര അപഹാരകാലം എന്നിവയുള്ളവരും കഴിയുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. യഥാശക്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ശനി മിഥുനമാസത്തിൽ വക്രഗതി ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ വക്രഗതി പൂർണ്ണമായിട്ട് സ്തംഭനാവസ്ഥയിലേക്ക് ഈ വൃശ്ചികമാസത്തിൽ ഏതാനും ദിവസങ്ങളിൽ വരുന്നതാണ്. അത് രാജ്യത്തിനുമൊക്കെ ദോഷം ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഞാൻ പ്രത്യേകം ഒരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. വ്യാഴം സ്തംഭനാവസ്ഥയിൽ എന്ന എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. കൃത്യമായിട്ട് ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനത്തെ കുറിച്ച് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ദുരനുഭവങ്ങൾ രാജ്യത്തിനും മറ്റുള്ളിടത്തും ഉണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ട്. ശനിയുടെ സ്തംഭനാവസ്ഥ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യുമെന്ന് പറയാം. സ്തംഭനത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം പ്രത്യേകം ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. വൃശ്ചികം 8, 6, 9, 11, 12, 13, 15, 17, 20 എന്നീ തീയതികളിൽ ശനി പൂർണ്ണമായിട്ടുള്ള സ്തംഭനാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ച മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മകരം, കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ, അതേപോലെ തന്നെ ശനിയുടെ ദശാപഹാരകാലങ്ങൾ ഉള്ളവർ ഈ ദിവസങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ നിർബന്ധമായിട്ടും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്കായിട്ട് പ്രത്യേക പൂജകൾ നടത്തുക. അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇതിലേതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ദോഷത്തെ ഇല്ലാതാക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകളെയും ചെയ്യുന്നതും ഫലപ്രദമാണ്. വൃശ്ചിക സംക്രമ ഫലം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന ഫലങ്ങളെ പ്രത്യേകമായി എടുത്തൊന്ന് പറയാം. അശ്വതിക്കാർക്ക് പ്രയത്നമാണ്. ഭരണിക്കാരെ സംബന്ധിച്ച് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. കാർത്തികക്കാർക്ക് നേട്ടമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നഷ്ടമാണ്. തിരുവാതിരക്കാർക്ക് കഷ്ടതയാണ്. പുണർദംകാർക്ക് അസുഖങ്ങൾ ഉണ്ടാകാം. പൂയം നക്ഷത്രക്കാർക്ക് ധനവരവ് ഉണ്ടാകാം. ആയില്യം നക്ഷത്രക്കാർക്ക് പ്രയത്നം വേണ്ടിവരാം. മകനക്ഷത്രക്കാർക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. പൂര നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകാം. ഉത്തര നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ടാകാം. അത്ത നക്ഷത്രക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം. ചിത്തിര നക്ഷത്രക്കാർക്ക് വരവുണ്ടാകാം. ചോതി നക്ഷത്രക്കാർക്ക് ധനലാഭം ഉണ്ടാകാം. വിശാഖ നക്ഷത്രക്കാർക്ക് ചെലവ് വർദ്ധിക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സുഖനാശം ഉണ്ടാകാം. മൂല നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രയത്നം വേണ്ടിവരാം. ഉത്രാട നക്ഷത്രക്കാർക്ക് ദുരിതമുണ്ടാകാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ലാഭമുണ്ടാകാം. അവിട്ട നക്ഷത്രക്കാർക്ക് ദൈവകൃപയുണ്ടാകാം. ചതയ നക്ഷത്രക്കാർക്ക് ധനനഷ്ടം ഉണ്ടാകാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സുഖഹാനി ഉണ്ടാകാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കഷ്ടതകൾ ഉണ്ടാകാം. രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ടാകാം. ഇനി നമുക്ക് വൃശ്ചിക മാസത്തിലെ ഈ സൂര്യസംക്രമ ഫലമായിട്ട് ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഫലങ്ങളെ ഒന്ന് പറയാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ധനവരവ് ഉണ്ടാകാം. ഇടവക്കൂറുകാർക്ക് നഷ്ടമുണ്ടാകാം. മിഥുനക്കൂറുകാർക്ക് സുഖഹാനി ഉണ്ടാകാം. കർക്കിടക്കൂറുകാർക്ക് ധനവരവുണ്ടാകാം. ചിങ്ങക്കൂറുകാർക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഭയം ഉണ്ടാകാം. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഭാഗ്യമുണ്ടാകാം. ധനുക്കൂറുകാർക്ക് ശത്രു ജയമുണ്ടാകാം. മകരക്കൂറുകാർക്ക് ഐശ്വര്യമുണ്ടാകാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഭയമുണ്ടാകാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാം. സംക്രമഫലം നക്ഷത്രവശാലും രാശിവശാലും ഒരുപോലെ ഗുണാനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളെ ഉണ്ടാകും. അതേപോലെ തന്നെ 2 കാര്യത്തിലും ദോഷങ്ങൾ ഉള്ളവർക്ക് കൂടുതലായിട്ട് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവർക്ക് മധ്യാനുഭവങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും അവരവരുടെ ദശാകാലം, ജാതകത്തിലെ ഗ്രഹയോഗങ്ങൾ എന്നീ കാര്യങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമുള്ള നക്ഷത്രഫലത്തെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ പ്രയോജനം ചെയ്യുന്നതാണ്. ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ പരിഹാര കർമ്മങ്ങളെ ചെയ്യുക. ഇതൊരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഭയപ്പെടാൻ വേണ്ടിയല്ല. ഭയം ഒന്നിനും പരിഹാരമല്ല. കാര്യങ്ങളെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി നേടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടതിനെ ആശ്രയിച്ചാണ് ഈ ഫലങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.